സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുകളാണ്. സോ അതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് പറയാൻ പോകുന്നത്. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാനുള്ള കാരണം ഞാനിത് പറയാത്ത വീഡിയോകളിലൊക്കെ നിങ്ങൾ ഭയങ്കര നോക്കിയാൽ മതി, ലൈക്ക് കുറവായിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. സോ 300 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം. വിപിൻ മോഹനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കാര്യം നോക്കാം. വിപിൻ മോഹനെ സൈൻ ചെയ്ത കാര്യം നിങ്ങളെല്ലാം പറഞ്ഞു കാണും. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിപ്പോയി. എന്തായാലും അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളെങ്കിലും നമുക്ക് പരിശോധിക്കണം. അദ്ദേഹത്തെ സൈൻ ചെയ്ത കാര്യമോ നമ്മൾ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ എന്തൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു, അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സൈൻ ചെയ്ത് കഴിഞ്ഞത് കോൺട്രാക്റ്റ് റിന്യൂവൽ ചെയ്ത് 2029 ആക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെ അഭിമാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ്. സോ അവിടെ കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തൻ്റെ ഡ്രീമാണ്. അതുപോലെ തന്നെ ആ ഒരു ഡ്രീം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുലിൽ നിന്നും സാലയിൽ നിന്നും ഇപ്പോൾ നിഹാലിലാണെങ്കിലും സച്ചിനാണെങ്കിലും അവരിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു നല്ല കാര്യം ചെയ്തല്ലോ. കാരണം അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് കഴിഞ്ഞ കളി കളിച്ചത്. കഴിഞ്ഞ കളി മാത്രമല്ല, അതിന് മുമ്പോട്ട് അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും കോൺട്രാക്ട് റിന്യൂവൽ മസ്റ്റായിരുന്നു. ഇപ്പോൾ അതായത് ആ ഒരു മാറ്റിന് ശേഷം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അടുത്ത സീസണിൽ അദ്ദേഹത്തെ വിൽക്കുമെന്ന്. സോ വിൽക്കില്ല എന്നതൊക്കെ ഉറപ്പായി കഴിഞ്ഞ് 2029 വരെയാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയുക, നല്ലൊരു ഡീൽ എന്ന് തന്നെ പറയാം. കാരണം ഇനിയും ഇന്ത്യൻ മിഡ്ഫീൽഡ് അടക്കി ഭരിക്കാൻ പോകുന്നത് വിപിൻ മോഹനമാണ്. കൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം തൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഇന്ത്യൻ ഫുട്ബോൾ, ഇന്ത്യൻ നാഷണൽ ടീം, സീനിയർ ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളതാണ്. സോ എന്തായാലും അദ്ദേഹം ഉടൻ തന്നെ അത് അച്ചീവ് ചെയ്യും. കാരണം അതിനുള്ള കാലിബറും അതിനുള്ള ടച്ചും എല്ലാം ഉള്ളൊരു താരമാണ് വിപിൻ മോഹൻ. സോ നമുക്ക് കണ്ടന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഭാവിയിലെന്ന്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് സസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിനെ അഭിമാനിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന് അഭിമാനിക്കുക എന്ന് പറയാം. കാരണം ലീഗ് 1 നിന്ന് ഡയറക്റ്റ് ഒരു താരം, സാധാരണ ലീഗ് 1 നിന്ന് ഡയറക്റ്റ് ഒരു താരവും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നിട്ടില്ല. എന്തായാലും അത് നടത്തിയെടുത്തിരിക്കുകയാണ് മുഹമ്മദ് സസി. അതും മറ്റൊരു കൊൽക്കട്ടൻ ക്ലബ്ബാണ്. ഫ്ലോറൻ ഡോഗിയർ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ഒളിമ്പിയാക്കോസ്, PSG തുടങ്ങിയ ക്ലബ്ബുകൾക്കെതിരെയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ ഏതാണ്ട് 70 മത്സരം കഴിഞ്ഞ 3 സീസണായിട്ട് അദ്ദേഹം ലീഗ് 1 കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം അദ്ദേഹം കളിച്ച ക്ലബ്ബ് റെലിഗേറ്റ് ആയിപ്പോയി. സോ ആ ഒരു ഗ്യാപ്പിൽ മുഹമ്മദ് സസി അദ്ദേഹത്തെ പൊക്കിയതാണ്. സോ നല്ലൊരു സൈനിങ് എന്ന് പറയണം. മിക്കവാറും 2 മാസത്തേക്ക് വല്ലമാണോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം അവരുടെ മൻസോക്കി എന്ന പ്ലെയർ 2 മാസത്തേക്ക് അദ്ദേഹത്തിനെ പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ 35 വയസ്സുകാരനായ താരത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതായത് എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 4 മാസമായിട്ട് അദ്ദേഹം കളിച്ചിട്ടില്ല. ഫിസിക്കലി എത്രത്തോളം ഫിറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ മുഹമ്മദ് സസിയുമായിട്ട് അദ്ദേഹത്തിന് പ്രീ സീസൺ പോലുള്ള സംഭവങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. സോ എന്തായാലും നല്ല സൈനിങ് ആണ്. അദ്ദേഹം ഇവിടെ നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ലീഗ് 1 നിന്ന് എന്താ പറയുക, ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്ന ആദ്യത്തെ താരം എന്നൊക്കെ വേണമെങ്കിൽ പറയണം. ഇതുപോലെ നേരത്തെ താരങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.